സിനുജി, CPM-ൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് വന്നിട്ടുള്ളതെന്നാണ് അറിയുന്നത്. അതായത് ഈ മുകേഷിനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ട് നിലനിൽക്കെ തന്നെ ഇതൊക്കെ സർക്കാരിന് അറിയാമായിരുന്നിട്ട് കൂടി രണ്ടാമതും മുകേഷിനെ എന്തിന് സ്ഥാനാർത്ഥിയാക്കി, മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ആരാണ് തീരുമാനിച്ചത് തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ മരപ്പട്ടി, ഈനാമ്പേച്ചി പ്രയോഗങ്ങളെല്ലാം AK ബാലൻ നടത്തിയതും പാർട്ടിക്ക് വലിയ വിനയായിട്ടുണ്ട്. പാർട്ടി സ്വയം നന്നായിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായിക്ക് നേരെ തന്നെയുള്ള വിമർശനമാണ് വന്നിരിക്കുന്നത്. CPM-നകത്തും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ ഇത്? അല്ല, CPM-നുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്താം. വളരെ രൂക്ഷമായിട്ടാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനങ്ങൾ ഉയർന്നത്. പ്രധാന കാരണം എന്ന് പറയുന്നത് CPM-ൻ്റെ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ കുലശേഖരത്തുണ്ടായ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഈ കേരളീയ ജനങ്ങളുടെ അല്ലെങ്കിൽ CPM-ൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ശ്രദ്ധ പിടിച്ചു പറ്റും. അപ്പോൾ എങ്ങനെയാണ് CPM-നുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ നേതൃത്വം അടിച്ചമർത്തുന്നതെന്ന് കാണിക്കുകയാണ്. ഇവിടെ എന്താ ഈ വിമർശനങ്ങളിലൊന്ന്, മുകേഷിനെ എന്തിന് CPM-ൻ്റെ സ്ഥാനാർത്ഥിയാക്കി ഈ പാർലമെന്റ് ഇലക്ഷനിൽ അവതരിപ്പിച്ചു? കൊല്ലം ജില്ലയിൽ എത്രയോ നല്ല നേതാക്കൾ വേറെ ഇല്ലേ? നിലവിൽ മുകേഷ് MLA ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വീണ്ടും കൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മാത്രവുമല്ല, ആരോപണ വിധേയനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ മുകേഷിനെ എന്തിന് സെലക്ട് ചെയ്തു? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ തെറ്റുപറ്റി എന്ന് സംസ്ഥാന നേതൃത്വം ഏതാണ്ട് അംഗീകരിക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല, ചില ആളുകൾക്ക് ഇരട്ട പദവി നൽകുന്നതിൽ CPM-ൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് MV ഗോവിന്ദൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം MLA ആണ്. അപ്പോൾ MLA പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുന്നു. ഇനി തിരുവനന്തപുരത്തേക്ക് നോക്കുമ്പോഴോ V ജോയി MLA, അദ്ദേഹമാണ് CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. അപ്പോൾ MLA ആയ V ജോയി എന്തിന് സെക്രട്ടറി എടുക്കുന്നു? ഇനി താഴെ തട്ടിലേക്ക് വന്നാൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളെ ഒരു കാരണവശാലും CPM ലോക്കൽ സെക്രട്ടറി ആക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ ആക്കില്ല. കാരണം എന്താ? ഒരാൾക്ക് രണ്ട് പദവി അല്ല, അവർക്ക് അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രണ്ട് പദവി. അപ്പം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പറ്റും, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് പറ്റും. അപ്പം താഴെ തട്ടിലുള്ള നേതാക്കൾക്ക് പറ്റില്ല. അപ്പം രണ്ട് നീതി അല്ലേ? മുകൾ തട്ടിലെ നേതാക്കൾക്ക് ഒരു നീതി, താഴെ തട്ടിലുള്ള നീതി വേറെ. അപ്പോൾ ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ എതിർക്കുമെന്നാണ് ഈ അണികൾ പറയുന്നത്. അവർ പറയുന്നത് സത്യമല്ലേ? അപ്പോൾ വളരെ കൃത്യമായ നിരീക്ഷണങ്ങളാണ് അവർ നടത്തിയത്. മാത്രമല്ല, AK ബാലൻ അവിടെ സരിനെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട്ട് അവതരിപ്പിച്ചപ്പോൾ സ്റ്റെതസ്കോപ്പ് ആയിരുന്നു ചിഹ്നം. അതിന് AK ബാലൻ നടത്തിയ ചില വിശദീകരണങ്ങളുണ്ട്. ഒരു പാർട്ടി പ്രവർത്തകന് ചേരാത്ത, മുതിർന്ന നേതാവിന് ചേരാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ രണ്ട് നിലപാട് പാർട്ടി സ്വീകരിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ വിമർശനങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? ഇനി ഈ കൊല്ലം ജില്ലയിലെ കുലശേഖരപുരത്ത് ഒരു പ്രശ്നമുണ്ടായി. മാധ്യമങ്ങളിലെല്ലാം പറഞ്ഞു CPM-ൽ വലിയ വിഭാഗീയത. സത്യത്തിൽ അത് വിഭാഗീയത എന്നതിനപ്പുറത്തേക്ക് രണ്ടാളുകൾ തമ്മിലോ വ്യക്തികൾ തമ്മിലോ ഉള്ള പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ പരാതി ജില്ലാ കമ്മിറ്റിക്ക് കിട്ടി. ആ ജില്ലാ കമ്മിറ്റി അത് സംസ്ഥാന കമ്മിറ്റി അറിയിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് സംസ്ഥാന നേതാക്കളോ ജില്ലാ നേതാക്കളോ ഇടപെട്ടില്ല? മാത്രമല്ല, രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സമ്മേളനം നടക്കുമ്പോൾ മുറിക്കകത്തിട്ട് പൂട്ടി, ഗേറ്റ് അടച്ച് പൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ എത്ര നാണക്കേടുണ്ടാക്കി. അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡന പരാതികളുണ്ട്, അല്ലെങ്കിൽ പണം ദൂർത്തടിച്ച് കട്ടുമുടിച്ചതുമായി ബന്ധപ്പെട്ട്, പണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ട്. ഈ പരാതികൾ കൃത്യമായി അന്വേഷിക്കുന്നതിന് പകരം പാർട്ടിയുടെ നേതൃത്വത്തിന് താല്പര്യമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ എതിർപക്ഷത്തിൻ്റെ പരാതികളെ സ്വീകരിച്ചില്ല. അപ്പോൾ ആ പരാതി സ്വീകരിക്കുകയും വിമർശനങ്ങളെ അംഗീകരിക്കുകയും ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാമായിരുന്നു. അത് ചെയ്തില്ല. പകരം അവിടെ സമ്മേളനത്തിന് അവസരം ഒരുക്കിയപ്പോൾ ഇവിടെ സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയാണെന്ന് പറഞ്ഞിട്ട് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അപ്പോൾ CPM-ൻ്റെ ഒരു കേഡർ സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ താഴെ തട്ടുള്ള പ്രവർത്തകരെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്നത് ആവരുത്. വളരെ കൃത്യമായൊരു നിർദ്ദേശം. അതുകൊണ്ടല്ലേ പാലക്കാട്ട് അവരൊരു സമാന്തര ഓഫീസ് വരെ തുറന്നത്? അതെ, തീർച്ചയായും. അതായത് പാലക്കാട് സമാന്തര ഓഫീസുകൾ തുറന്നു. ഇത്തരത്തിലുള്ള, അതായത് ഈ അണികൾക്കിടയിലും അതുപോലെ തന്നെ പ്രവർത്തകർക്കിടയിലും ഈ രോക്ഷം നല്ല നിലയിലുണ്ട്. അതായത് CPM-ൻ്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് അതങ്ങനെ വളരെ കൃത്യമായി പുറത്തേക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അതായത് പുറത്ത് പറഞ്ഞാൽ അത് കുറ്റമാവും. അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമായിട്ട് മുദ്ര കുത്തപ്പെടുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ ലോക്കൽ സമ്മേളനങ്ങളും രാജ്യ സമ്മേളനങ്ങളും ഒക്കെ താരതമ്യേന CPM ഇന്ന് വരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ ഇത്തവണ ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത്തത്, പിണറായി സർക്കാർ അധികാരത്തിൽ
വിലയിരുത്തലേറി ഒന്നാം പിണറായി സർക്കാർ മുതൽ ഈ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോഴുള്ള സമയത്തൊക്കെ ഓരോ വർഷം കൂടി വരുമ്പോഴും ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നിലപാടുകൾ കൂടി വരികയാണ്. ഇപ്പോൾ പിണറായിക്ക് ഒന്നും പ്രശ്നമല്ല, അതായത് എന്ത് ചെയ്താലും ഒന്നും പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വയനാട്ടിലെ തന്നെ നമ്മുടെ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലൊക്കെയായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നു ഈ ദുരന്ത നിവാരണ ഫണ്ടുമൊക്കെയായി ബന്ധപ്പെട്ട്. അവിടെ പോലും സർക്കാരിന് തുടർച്ചയായി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഹൈക്കോടതി വടിയെടുത്ത സമയത്ത് ഒന്നും മിണ്ടാനാവാത്ത അവസ്ഥയിലേക്ക് പോയി. ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എല്ലാ മേഖലകളിലും സർക്കാർ എന്ത് ചെയ്യുന്നു, ഈ ജനവിരുദ്ധമായ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തരം കൊല്ലം ജില്ലാ സമ്മേളനത്തിലടക്കം പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് സമ്മേളനങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണെന്ന് തോന്നുന്നില്ലേ കൊല്ലത്ത്? അതെ, തുടക്കമായതേ ഉള്ളൂ. തുടർ ഭരണം ഇടതുപക്ഷത്തിന് കിട്ടിയതോടുകൂടി ആ പാർട്ടി കൂടുതൽ ജീർണാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പാർട്ടി സഖാക്കൾ അഹങ്കാരികളായി മാറി. തങ്ങൾ ഒരു നാട്ടുമാടമ്പിയാണ്, ഒരു നാട്ടിലെ ഒരു വലിയ പ്രമാണിയാണെന്നുള്ള ചിന്ത. എന്ത് കാര്യവും ഞങ്ങളിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ, ഞങ്ങൾ അതിൻ്റെ പേരിൽ പണം പിരിക്കും എന്നുള്ളൊരു ധാർഷ്ട്യമുണ്ടായി. അപ്പോൾ ഇത് ജനങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടിയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 ഇടതുമുന്നണിക്ക് കടുത്ത പരാജയമല്ലേ ഏൽക്കേണ്ടത്, വളരെ വലിയ പരാജയം ഏൽക്കേണ്ടത്. ഇതെന്തുകൊണ്ടാണ്? CPM-ന്റെ അണികൾ എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് CPM ന്യൂനപക്ഷങ്ങളെ അനാവശ്യമായി പ്രീണിപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ ആ വാക്ക് മനഃപൂർവ്വം എടുത്തിടുന്നില്ല. കാരണം എന്താ അറിയാം, ഇതിൽ തന്നെ നിരവധി ആളുകൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഇത്തവണ ഈ ലോക്കൽ കമ്മിറ്റിയിലേക്ക്, ഏരിയ കമ്മിറ്റിയിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവരിൽ ആരൊക്കെയാണ് ഈ PDP പോലെയുള്ള, SDPI പോലെയുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളിൽ നിന്ന് നുഴഞ്ഞു കയറിയെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് അത് പരസ്യമായി പറയാൻ പോലും പേടിയാണ്. G. സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ മുൻ ജില്ലാ സെക്രട്ടറി, മുൻ മന്ത്രി, അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു കാലത്ത് ആലപ്പുഴ CPM-ന്റെ ശക്തി കേന്ദ്രമായിരുന്നുവെങ്കിൽ ഇന്നത് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെട്ട ചില ആളുകളുടെ ഹൈജാക്കിൽ, അല്ല അവരുടെ കയ്യിൽ ഇത് അകപ്പെടുന്നു, പാർട്ടി സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഈ G. സുധാകരനെ ഒറ്റപ്പെടുത്തി. തൊട്ടടുത്ത് നടന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്റർ അകലെ നടന്ന ഏരിയ സമ്മേളനത്തിൽ പോലും G. സുധാകരനെ പങ്കെടുപ്പിച്ചില്ല. ഇത് വലിയ വിമർശനമായില്ലേ? അപ്പോൾ ഇതുപോലെ നടന്ന ആദ്യത്തെ ജില്ലാ സമ്മേളനത്തിലാണ് ഈ വിമർശനങ്ങൾ പൊട്ടിയുയർന്നത്. അപ്പം മുകേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് പകരം ജില്ലയ്ക്ക് പുറത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും ഇത്രയും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ല. എത്ര രൂക്ഷമായ വിമർശനമാണ്. അപ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റി. മാത്രമല്ല MV ഗോവിന്ദനും ഈ ജോയിയും പോലുള്ളവർക്ക് MLA ആയിരുന്നുകൊണ്ട് ജില്ലാ സെക്രട്ടറി ആകാം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിപ്പോയി, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിപ്പോയതുകൊണ്ട് ഇവർക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനവും ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനവും നിഷേധിക്കുന്നു. അപ്പോൾ താഴെ തട്ടുള്ള പ്രവർത്തകർക്കും മുകൾ തട്ടുള്ള പ്രവർത്തകർക്കും 2 നീതി. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മൾക്കിതിനെ അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല വിഭാഗീയ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരുനാഗപ്പള്ളിയിൽ മാത്രം 7 ലോക്കൽ സമ്മേളനങ്ങൾ നടന്നു. അതിൽ 5 ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും 5 തെരഞ്ഞെടുപ്പ് വേണ്ടി വരികയും ചെയ്തു. അതായത് ഔദ്യോഗിക പക്ഷം ഒരു പാനൽ അവതരിപ്പിച്ചാൽ അതിനെ എതിർത്ത് മത്സരിക്കാൻ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ നേതൃത്വത്തെ അംഗീകരിക്കാൻ അണികൾക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല ഇത്രയും നാൾ ഇവർക്ക് വോട്ട് ചെയ്തിരുന്ന ഹിന്ദു സമുദായത്തിലെ ഒരു പ്രബല വിഭാഗം അവരിൽ നിന്ന് മാറി BJP പോലെയുള്ള സംഘടനകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇപ്പോൾ ശക്തമായൊരു അടിത്തറ BJPക്ക് ഇല്ലാത്തതുകൊണ്ടാണ് വലിയ ഒഴുക്കില്ലാത്തതെന്ന് പോലും പറയപ്പെടുന്നുണ്ട്. എന്തായാലും CPM-നുള്ളിൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷമായി വരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. പല ആളുകളെയും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഈ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കവിടെ, ഇരിയട അവിടെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ സംസ്ഥാന നേതാക്കളെ അവിടെ മുറിയിൽ പൂട്ടിയിടുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരം നിഷേധിച്ചതുകൊണ്ടാണ്. അപ്പോൾ അത്തരം നേതാക്കൾ സ്വാഭാവികമായി ലോക്കൽ കമ്മിറ്റിയിലെയും ഏരിയ കമ്മിറ്റിയുടെയും പ്രമുഖ സ്ഥാനത്തുള്ള നേതാക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ജില്ലാ നേതാക്കൾ എന്തിനാണ് അത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾ നടത്തുന്നത്? അതിനകത്ത് ചില കള്ളക്കളികളുണ്ടെന്നാണ് സാധാരണക്കാർ പറയുന്നത്. കാരണം പല തോതിലുള്ള പിരിവുകൾ നടത്തുന്നത്, പല തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ PR വസന്തൻ എന്ന ആൾക്കെതിരെ എത്ര രൂക്ഷമായ ആരോപണമാണ് ഉന്നയിച്ചത്. അപ്പോൾ പാർട്ടിയുടെ പേരിലുള്ള സ്കൂളിൻ്റെ പണം അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും പേരിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച നടത്താം. ഒരു വാദം ഉന്നയിച്ചാൽ മറുപടി പറയാം. ഇതൊന്നും പറയാതെ ഇനി അവിടെ എന്ന് പറഞ്ഞ് അടക്കിയിരുത്താൻ ശ്രമിച്ചാൽ പാർട്ടിയിൽ കൂടുതൽ വിള്ളലുകളും പൊട്ടിത്തെറികളും ഉണ്ടാവും. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ CPM-നുള്ളിൽ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിലും ഏരിയ കമ്മിറ്റികളിലും വലിയ പൊട്ടിത്തെറികൾ ഇപ്പോൾ ഉണ്ടായതാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി ഈ ഒരു സമ്മേളന കാലയളവ് കഴിയുന്നതോടുകൂടി ഏതാണ്ട് പിന്നണിയിലേക്ക് മാറും. പിന്നീട് ആര് നേതൃത്വത്തിൽ
സമ്മേളനത്തിലേക്ക് വരണം എന്നുള്ള തർക്കമാണ് ഇവിടെ ഈ വിഭാഗീയതയുടെ എല്ലാം തുടക്കം. അപ്പോൾ ഓരോരോ ഗ്രൂപ്പുകൾ പലയിടത്തായി കൂടി വരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? ഇനി മറ്റ് ജില്ലാ കമ്മിറ്റികളൊക്കെ നടക്കാനിരിക്കുന്നു. അതെ, ഇനി ജില്ലാ സമ്മേളനങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട്. ആ സമ്മേളനങ്ങളിലും ഇതേപോലെ തന്നെ അവസ്ഥ വരുമോ, രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുമോ, ഇനി സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം.